ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. നിങ്ങൾ വെറുതെ ഓരോ ഏടാകുടങ്ങൾ പറഞ്ഞുണ്ടാക്കല്ലേ. ആ വസന്തന്റെ മോളെ കല്യാണം കഴിച്ചാൽ പിന്നെ നമ്മുടെ മോൻ ആരാ? അവൻ ആ കുറിക്കമ്പനി വാങ്ങാനുള്ള കാശും അതിനപ്പുറം അയാൾ കൊടുക്കും. ആ സ്ഥാനത്ത് ഇവളെ കെട്ടിയെടുത്താലോ എന്തെങ്കിലും കിട്ടുമോ? ഇല്ല, ഒന്നും കിട്ടിയില്ല. അപ്പൊ പിന്നെ മിണ്ടാണ്ടിരുന്നു. ദൈവമായിട്ട് ഓരോ വഴികൾ കാണിച്ചു തരുമ്പോൾ ജീവനാണെങ്കിൽ ആ ആവണിപ്പെണ്ണിനെ പിടിച്ച മട്ട. ഇനി ജിനിപ്പെണ്ണിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കണം. അവളാണെങ്കിൽ ആ മേഘയുടെ വാലും പിടിച്ച് നടക്കല്ലേ എപ്പോഴും. എടീ, എന്നാലും അവരോട് നമ്മൾ ഈ കാര്യം ഇങ്ങനെ പറയും. കല്യാണത്തിന് മുമ്പ് എന്തായാലും ഒരു ഉറപ്പിക്കലൊക്കെ കാണുമല്ലോ. അപ്പോഴെങ്കിലും അവരെ വിവരം അറിയിക്കണ്ടേ. രാഘവൻ അപ്പോഴും സന്ദേഹത്തിൽ തന്നെയായിരുന്നു. ശരിയാണ് രാഘവൻ പറഞ്ഞ്, അവരോട് കാര്യം പറഞ്ഞേ പറ്റൂ. പക്ഷേ എങ്ങനെ പറയും? സുമതി ആലോചനയിലാണ്. എന്തെങ്കിലും ചെയ്യാം, നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക. ജീവൻ വരുമ്പോൾ വസന്തന്റെ വീട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം. സുമതി പറഞ്ഞപ്പോൾ രാഘവൻ ആലോചനയോടെ തലയാട്ടി. എന്നാലും അയാളുടെ ഉള്ളിൽ നേരിയ വിഷമം ബാക്കി കിടപ്പുണ്ടായിരുന്നു. വൈകുന്നേരം മേഘ ഉത്സാഹത്തോടെയാണ് വീട്ടിലേക്ക് വന്ന് കയറിയത്. ഇന്ന് ജാതകത്തൊക്കെ അമ്മ പോകുമെന്ന് പറഞ്ഞിരുന്നു. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഡേറ്റൊക്കെ തീരുമാനിക്കുമായിരിക്കും. മുൻവാതിൽ കടന്ന് അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു അടുക്കള ഭാഗത്തെ പടിയിൽ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന അമ്മയെ. അമ്മയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കണ്ടില്ല. സന്തോഷത്തിൽ നിന്ന് മാത്രമല്ല, എന്തോ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന പോലെ. അമ്മേ, എന്തെങ്കിലും ഇരിക്കുന്നേ? അവൾ അമ്മയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. നീ വന്നോ? ഇന്ന് നേരത്തെയാണല്ലോ. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അമ്മ എന്തെങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ലടി, വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയതാ. ജാതകത്ത് നോക്കാൻ പോയെന്ന് ചോദിക്കാൻ മേഘയ്ക്ക് കുറച്ച് മടി തോന്നി. അമ്മയാണെങ്കിലൊന്നും പറയുന്നുമില്ല. എന്തായാലും അച്ഛനോട് കാര്യം പറയും, അപ്പം അറിയാം. മേഘ കരുതിയ പോലെ തന്നെ സുധാകരൻ വന്നപ്പോൾ ഗീത അന്നുണ്ടായ സംഭവങ്ങളെല്ലാം അയാളോട് പറഞ്ഞു. നീ എന്ത് പണിയാ കാണിച്ച ഗീതേ? നീ എന്തിനാ അവരോട് ജാതകം ചോദിക്കാൻ പോയത്? സുധാകരൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഗീതയ്ക്ക് ദേഷ്യം വന്നു. പിന്നെ നിങ്ങളല്ലേ പറഞ്ഞ് ജീവൻ പറഞ്ഞ് ജാതത്തിന്റെ കാര്യം നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാന്ന്. സുധാകരൻ കേട്ട് തലയിൽ കൈവച്ചു. അത് ഞാനപ്പോ നീ അങ്ങനെ കുത്തി കുത്തി ചോദിച്ചോ പറഞ്ഞതാ. അവൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അമ്മയായിട്ട് ആലോചിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അതും അത്ര താല്പര്യമില്ലാത്ത മട്ടില്. ഗീത സങ്കടത്തോടെ സുധാകരനെ നോക്കി. അവരെന്താ സുധാകരേട്ട ഇങ്ങനെ? ഇനിയിപ്പോ എന്താ ചെയ്യാ? വരട്ടെ, നാളെ ആവട്ടെ. ഞാൻ സുമതിയോട് കാര്യങ്ങൾ പറയാം. നീ സമാധാനായിട്ടിരിക്കുക, എല്ലാം ശരിയാവും. ഗീത അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും ഒന്നും ശരിയാവാൻ പോകുന്നില്ലെന്ന് അയാൾക്ക് എന്തുകൊണ്ടോ അപ്പോൾ തോന്നിയിരുന്നു. എല്ലാം കേട്ടുകൊണ്ട് അകത്തളത്തിൽ മേഘ ആശങ്കയോടെ നിന്നു. നേരം അർദ്ധരാത്രിയോടടുത്തു. ഏഴിലം തറവാട് ഉറക്കത്തിലാണ്. പെട്ടെന്നാണ് കോളിംഗ് ബെല്ല് 2-3 തവണ ഒരുമിച്ച് അടിച്ചത്. നല്ല ഉറക്കത്തിലായിരുന്ന രേണുക ഞെട്ടിയുണർന്നു. അരികിൽ പരമേശ്വരൻ നല്ല ഉറക്കത്തിലാണ്. പക്ഷെ ആൾ ഈ ശബ്ദമൊന്നും കേട്ടിട്ടില്ല. തനിക്കിനി തോന്നിയതാവുമോ എന്ന് രേണുക സംശയിച്ചെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ വീണ്ടും കോളിംഗ് ബെൽ മുഴങ്ങി. ഏട്ടാ, എഴുന്നേറ്റേ. അരികിൽ കിടക്കുന്ന പരമേശ്വരനെ അവർ തട്ടിയുണർത്തി. കണ്ണും തിരുമ്പി എഴുന്നേറ്റ പരമേശ്വരൻ കേട്ടു കോളിംഗ് ബെൽ. ഒരു മുണ്ട് മേലെ വാരി പുതച്ച് അയാൾ മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ രേണുകയും. മുൻവശത്തെ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ബാഗും തോളിട്ട് നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കാണുന്നത്. അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം വല്ലാത്ത ക്ഷീണത്തിലാണെന്ന്. 2 ദിവസം മുമ്പ് ജോലി സ്ഥലത്തേക്ക് പോയ മകൻ വളരെ പരീക്ഷീണായി മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടപ്പോൾ രേണുകയും പരമേശ്വരൻ അമ്പരന്ന് പോയി. സിദ്ധാർത്ഥ് എന്നാൽ ആരെയും നോക്കുന്നുണ്ടായിരുന്നില്ല. അവന്റെ നോട്ടം മുഴുവൻ വൈദേഹിയുടെ വീടിന്റെ നേർക്കായിരുന്നു. മുൻവശത്തെ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ബാഗും തോളിട്ട് നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കാണുന്നത്. മോനെ സിദ്ധു, നീ എന്താടാ ഈ പാതിരാത്രി നേരത്ത്? എന്തു പറ്റിയടാ മോനെ? ഒന്നും മിണ്ടാവും വീഴ്ചേനെ നിൽക്കുന്ന കണ്ടപ്പോൾ രേണുക പരിഭ്രമത്തോടെ ചോദിച്ചു. പരമേശ്വരനും അവന് തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു. മോനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാലും രേണുകയുടെ ചോദ്യം അവനെ അസ്വസ്ഥമാക്കുന്നുണ്ടെന്ന് പരമേശ്വരന് മനസ്സിലായി. എന്താ രേണുക ഇത്? അവനിപ്പോ വന്നു കയറിയതല്ലേ ഉള്ളൂ. അവനെ ഓരോന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതെ. സിദ്ധു, നീ എന്തെങ്കിലും കഴിച്ചോടാ. ഭക്ഷണം എന്തെങ്കിലും വേണമെങ്കിൽ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ബാക്കിയൊക്കെ നാളെ പറയാം. എനിക്കൊന്നും വേണ്ട, ഞാൻ ട്രെയിനിൽ നിന്ന് കഴിച്ചു. ചെന്നൈയിൽ നിന്ന് പോകുന്നതിൽ പിന്നെ പച്ചവെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും അവൻ അങ്ങനെ കള്ളം പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ അമ്മ തന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. നിങ്ങൾ കിടന്നോ, ഞാനൊന്ന് അപ്പുറത്തേക്ക് പോയിട്ട് വരാം. വൈദ്യയുടെ വീണ്ടും അവിടേക്ക് എത്തി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ രേണുകയുടെ മുഖം മാറി. നിനക്കിത് എന്താടാ ചെറുക്ക? ഈ പാതിര നേരത്തെ എന്തിനാ നീ അവിടെ പോകുന്നത്? എന്തെങ്കിലും പറയാനും ചോദിക്കാനുണ്ടെങ്കിൽ നാളെ നേരം വിളിക്കട്ടെ. അമ്മ പറഞ്ഞ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അച്ഛന്റെ മുഖം കണ്ടപ്പോഴും അച്ഛന് പറയാനുള്ള അത് തന്നെയാണെന്ന് മനസ്സിലായതുകൊണ്ട് സിദ്ധാർത്ഥ് പിന്നെ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞില്ല. അല്ല സിദ്ധു, ഗേറ്റ് ലോക്കാണല്ലോ, നീ അപ്പൊ എങ്ങനെ അകത്തേക്ക് കയറി? പരമേശ്വരൻ അപ്പോഴാണ് അക്കാര്യം ശ്രദ്ധിച്ച്. അത് ഞാൻ മതിലാടി. ഒന്ന് തലയൊറിഞ്ഞ് രണ്ടാൾക്കും അധികം മോൻ കൊടുക്കാതെ അകത്തേക്ക് കയറിക്കൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. ഈശ്വരാ, മതിൽ ചാടിയെന്നോ? ഇതൊക്കെ നീ എവിടുന്നാടാ പഠിച്ചേ? അവന്റെ പുറത്തേക്കൊന്ന് അടിച്ചുകൊണ്ട് രേണുക ചോദിച്ചു. പരമേശ്വരൻ കണ്ടപ്പോൾ ചിരി വന്നു. അമ്മയുടെ ഇളക്കുഞ്ഞിന് മതിലാണെന്ന് അറിയില്ലെന്നാ അവളുടെ വിചാരം. മതി രേണു, അവൻ പോയി കിടന്നോട്ടെ. സിധു, നീ പോയി കിടക്ക്. സിദ്ധാർത്ഥിന്റെ മുറിയിലേക്ക് പറഞ്ഞയച്ച് പരമേശ്വരനും രേണുകയും കിടക്കാനായി പോയി. ഏട്ടാ, അവൻ എന്തിനായിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? ഇപ്പൊ തന്നെ കാര്യം ചോദിച്ചറിഞ്ഞാൽ മതിയായിരുന്നു. ഇനിയിപ്പോ നാളെ നേരം വിളിക്കുന്നവരെ കാത്തിരിക്കണ്ടേ?
അത്രയും നേരം ടെൻഷൻ സഹിച്ചിരിക്കാൻ എനിക്ക് വയ്യ. എന്റെ പൊന്നു രേണു, നീ ഒന്ന് ഉറങ്ങാൻ നോക്ക്. അവൻ വെറുതെ പോന്നതാവും. അതും പറഞ്ഞ് പരമേശ്വരൻ തിരിഞ്ഞിരുന്നപ്പോൾ രേണുകൊന്നും മിണ്ടിയില്ല. രേണുകയോട് അങ്ങനെ പറഞ്ഞെങ്കിലും പരമേശ്വരന്റെ ഉള്ളിലും സിദ്ധാർത്ഥ് എന്തിനാണ് വന്നെന്നുള്ള ചിന്ത തന്നെയായിരുന്നു. കിടന്നിട്ട് സിദ്ധാർത്ഥിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും 3-4 ദിവസമായി ഉറക്കൊക്കെ നഷ്ടപ്പെട്ടിട്ട്. നാളെയും നേരം വെളുത്തിട്ട് വേണം വൈദേഹി ചെന്ന് കാണാൻ. അവളുടെ പ്രശ്നം എന്താണെന്ന് നേരിട്ട് ചോദിക്കണം. ഫോൺ ചെയ്താൽ എടുക്കില്ല. ഇനി എടുത്താൽ തന്നെ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയുള്ളൂ. ഓരോന്നോർത്ത് വെളുപ്പാങ്കാലമായി അവനൊന്ന് മയങ്ങിയപ്പോൾ പിന്നെ കണ്ണു തുറന്ന് നേരെ നന്നേ വെളുത്തിട്ടായിരുന്നു. ഒന്ന് ഫ്രഷായി പുറത്തു വന്നപ്പോഴേക്കും രേണുക അവനെ പുറകിൽ വിളിച്ചിരുന്നു. സിദ്ധു, നീ എഴുന്നേറ്റോ? വാ, ചായ എടുത്തേരാ. എനിക്ക് ഇപ്പൊ വേണ്ടമ്മേ. അവൻ നിന്ന് പരിങ്ങി. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ രേണുക അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. 2-3 ദിവസമേ ആയിട്ടുള്ളൂടൊന്നും പോയിട്ട്. അപ്പോഴേക്കും കോലം കണ്ടില്ലേ? നിനക്ക് അവിടെ തിന്നാനൊന്നും കിട്ടുന്നില്ലേടാ. പറ്റിയില്ലേ ഇങ്ങോട്ട് നിർത്തി പോരു മോനെ. ഓ, ഈ അമ്മ എന്നാ കഴിക്കാനെടുക്ക്. ആ രേണുകയുടെ പുറകെ ചെന്ന് ഒരു പ്ലേറ്റ് എടുത്ത് പൂ പോലുള്ള 3 ഇഡ്ഡലിയും അതിന് മേലെ കുറച്ച് സാമ്പാറും അതിൻ്റെ അരികിലായി ചുവന്ന കളറുള്ള ചമ്മന്തിയും രേണുക പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്തു. ഭക്ഷണം വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അമ്മ വിളമ്പി കൊടുത്ത ആഹാരം സിദ്ധാർത്ഥ് രുചിയോടെ കഴിച്ചു. അല്ല, നീ എങ്ങോട്ടായിരുന്നു കാലത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു? ഞാൻ വെറുതെ വൈദ്യുതി കാണാം. എനിക്ക് മനസ്സിലായി. രണ്ടെണ്ണം എന്തിനോ വേണ്ടി അടികൂടിയിട്ടെന്ന് തോന്നല്ലോ. പോകുന്ന കൊള്ളാം. ആ പെണ്ണിനെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. നോക്കിയും കണ്ട് അടുത്തിരുന്നാ മതി, കേട്ടല്ലോ. രേണുക മകനെന്ന് ഓർപ്പിച്ചു. കുഴപ്പോ? എന്ത് കുഴപ്പം? രേണുക അവനോട് കഴിഞ്ഞ ദിവസം വീട്ടിലെ ജോലിക്കാരിയായ സുജാതക്കുണ്ട അനുഭവം പറഞ്ഞു. മോനെ, മറ്റവള് പറയുന്നേ അവള് ചെല്ലാൻ 1 മിനിറ്റെങ്കിലും വൈകിയിരുന്നെങ്കിൽ സുജാതയുടെ തല തല്ലി പൊളിച്ചേനെന്നായിരുന്നു. അതാ അമ്മ പറഞ്ഞ് നോക്കിയും കണ്ടു നിന്നോളാൻ. അമ്മ പറഞ്ഞു കേട്ട് കഴിക്കാനെടുത്ത ആഹാരം വായിൽ വെക്കാതെ അവൻ രേണുകയെ തന്നെ നോക്കി. അമ്മയ്ക്ക് അവളോട് വലിയ താല്പര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്ന് വെച്ചിട്ട് നേരം വിളിക്കുമ്പോൾ തന്നെ നട്ടാൽ കുറുക്കാതെ നുണവരല്ലേ അമ്മേ? സിദ്ധാർത്ഥ് രേണുക പറയുന്ന ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. താൻ പറയുന്ന കാര്യം നുണയാണെന്ന് സിദ്ധാർത്ഥ് പറയുന്ന കേട്ടപ്പോൾ രേണുകയ്ക്ക് ദേഷ്യം വന്നു. അവർ തന്നെ മുന്നിലിരുന്നിരുന്ന പാത്രം കൊണ്ട് എഴുന്നേറ്റ് നിന്നു. വേണ്ടടാ, നീ വിശ്വസിക്കണ്ട. അച്ഛനും മോനും അമ്മയൊക്കെ അവളെയും തലയിൽ കയറ്റി വെച്ച് നടക്കുകയാണല്ലോ. നോയിക്കോടാ, നിനക്കൊക്കെ ഒരു ദിവസം അവള് വിഷം കലക്കി തരും. നിനക്ക് എന്നെയല്ലേ സംശയമുള്ളൂ? നീ ആ സുജാതയോട് പോയി ചോദിച്ചു നോക്ക്. ആ പെണ്ണിനിപ്പോ വടക്കേ ഭാഗത്ത് ഇറങ്ങാൻ തന്നെ പേടിയാ. രേണുക പോയപ്പോൾ സിദ്ധാർത്ഥ ആലോചനയിലാണ്ടു. അമ്മ ഇങ്ങനെ ഉറപ്പോടെ പറയണമെങ്കിൽ അവൾക്ക് എന്നാലും എന്തു പറ്റിയതാണ്? പിന്നെ മുഴുവനായിട്ട് ആഹാരം കഴിക്കാൻ അവന് തോന്നിയില്ല. അമ്മേ, ഞാനിപ്പോ വരാം. പുറത്തേക്ക് ഇറങ്ങുന്ന വഴി സിദ്ധാർത്ഥ വിളിച്ചു പോയി. ആ, ചെന്ന് തലവെച്ച് കൊടുക്ക്. ആകത്തളത്തിൽ എവിടെ നിന്നോ അമ്മയുടെ ഒരു അശരീരി. ട്രാക്സിയുടെ പോക്കറ്റിലേക്ക് തന്നെ മൊബൈലും എടുത്തു വെച്ച് സിദ്ധാർത്ഥ് വൈദേഹിയുടെ വീടിന്റെ നേർക്ക് നടന്നു. പുറത്തൊന്നും ആരെയും കാണുന്നില്ല. അവൻ കോളിംഗ് ബെൽ അടിച്ചു. അകത്തു നിന്നും ആരോ നടന്നു വരുന്ന ശബ്ദം കേൾക്കാം. അടുത്തു വരുന്തോറും പാദസരത്തിന്റെ കിലുക്കവും കേൾക്കുന്നുണ്ട്. വൈദേഹി തന്നെയാണ് വാതിൽ തുറക്കാനായി വരുന്നത്. അവളെ കാണാനായി സിദ്ധാർത്ഥിന്റെ മനം തുടിച്ചു. വൈദേഹി തന്നെയാണ് വാതിൽ തുറന്ന് മുന്നിൽ സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ അവൾ നന്നായി ഞെട്ടി. പച്ച പട്ടുസാരിയുടുത്ത് നിറയെ ആഭരണങ്ങളും ധരിച്ച് നീണ്ടു കനത്ത മുടിയും അഴിച്ചിട്ട് നിൽക്കുന്ന വൈദേഹിയെ സിദ്ധാർത്ഥ അടിമുടി നോക്കി. സുന്ദരി, അതിസുന്ദരി. ഫോൺ എടുക്കാത്തതിനെ കുറിച്ചും തന്നെ ഉള്ള അകൽച്ചയെക്കുറിച്ചും ദേഷ്യപ്പെട്ട് സംസാരിക്കാനാണ് വന്നത്. പക്ഷെ ഇപ്പോഴിങ്ങനെ കാണുമ്പോൾ വാ തുറക്കാൻ പോലും പറ്റുന്നില്ലെന്നാണ് സത്യം. അല്ലെങ്കിലും വൈദേഹി അങ്ങനെയാണ്. വല്ലാത്തൊരു വശ്യതയാണ് അവൾക്ക്. പറയാൻ വന്ന കാര്യങ്ങളെല്ലാം മറന്ന് സിദ്ധാർത്ഥ അവളെ തന്നെ മിഴിച്ച് നോക്കി നിന്നു. തീരെ പ്രതീക്ഷിക്കാത്ത നേരത്തെ അവനെ കണ്ടപ്പോൾ ആദ്യമൊന്ന് വൈദേഹി പായിച്ചെങ്കിലും അടുത്ത നിമിഷം തന്നെ അവൾ സമനില വീണ്ടെടുത്തു. നീ എന്താ സിദ്ധു ഇവിടെ? 4 ദിവസം പോലും ആയിട്ടില്ലല്ലോ നീ ചെന്നൈക്ക് പോയിട്ട്. കൂർത്തമിഴികളോടെ തന്നെ നോക്കി ചോദിക്കുന്ന വൈദേഹി കണ്ടപ്പോൾ അവനും വല്ലാതെ തോന്നി. സാധാരണ തന്നെ കാണുമ്പോൾ മോഹിപ്പിക്കുന്ന ചിരിയുമായി അടുത്തു വരുന്നവളാണ്. ഇന്നിപ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരിയുടെ അംശം പോലുമില്ല. ആ, വരേണ്ടി വന്നു. അതിന്റെ കാരണം നിനക്കറിയില്ല അല്ലേ? ഇല്ല, അറിയില്ല. ദേഷ്യത്തോടെയുള്ള സിദ്ധാർത്ഥിന്റെ ചോദ്യത്തിന് അതേ നാണത്തിൽ തന്നെയായിരുന്നു വൈദേഹിയുടെ മറുപടി. സിദ്ധാർത്ഥ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി ചെന്ന് നിന്നു. വൈദേഹി അപ്പോൾ കുറച്ച് പുറകിലേക്ക് നീങ്ങി. അവനവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി വീടിനകത്തേക്ക് കയറി. വൈദേഹി പിന്നാലെയും. സിധു, നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണികളുണ്ടായിരുന്നു. എന്തെങ്കിലും പറയാനാണ് വന്നെങ്കിൽ പറഞ്ഞിട്ട് വേഗം പോയിക്കോ. അച്ഛനിപ്പോൾ പൂജയെ കഴിഞ്ഞ് വരും. അപ്പോഴേക്കും അച്ഛന് ഭക്ഷണം തയ്യാറായി കൊടുക്കണം. ആ, നീ ബിസിയാണോ? ശരി, നീ പോയി നിന്റെ ജോലികളൊക്കെ തീർത്തിട്ട് വാ. എന്നിട്ട് അച്ഛന് ഭക്ഷണം കൊടുക്കുക. നീ കഴിച്ചില്ലെങ്കിൽ നീയും കഴിക്കുക. എല്ലാ തിരക്കുകളും തീർന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാനിവിടെ തന്നെ നിന്നെ കാത്തിരുന്നോളാം. ഹാളിലെ സെറ്റിയിലൊന്ന് അമർന്നിരുന്നുകൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. വൈദേഹി അവനെ 2 കൈകളും കെട്ടി നോക്കി നിന്നു. അവൻ എന്തിനാണ് വന്നതെന്നും തന്നോട് എന്താണ് പറയാനുള്ളതെന്നൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. അവൻ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായൊരു ഉത്തരം കൊടുക്കാൻ അവളുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് അവൾ ഓരോ കാരണങ്ങളും പറഞ്ഞ് അവനെ ഒഴിവാക്കാൻ നോക്കിയത്. പക്ഷേ സിദ്ധാർത്ഥ് അതിലും വലിയ വാശിക്കാരനായതിനാൽ അവൾക്ക് ഒഴിവാക്കാൻ ഇടം കൊടുത്ത മട്ടിൽ നിൽക്കുകയാണ്. അവന്റെ മൂർച്ചേറിയ നോട്ടത്തിന്റെ മുന്നിൽ വൈദേഹി ഒന്ന് തളർന്നു. ഇപ്പോഴും അവൻ തന്റെ ജീവനാണ്. പക്ഷെ തന്റെ ഫീലിങ്സ് ഒന്നും ഇപ്പോൾ അവനോട് കാണിക്കാനും പറ്റുന്നില്ല.
സിധു പ്ലീസ്, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. തിരക്കുണ്ടെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞ. അച്ഛൻ ഉപവാസത്തില, നീ പോയിക്കോ. എന്താണ് വൈദേഹി നീ ഇങ്ങനെ? നിനക്ക് എന്താ 1-2 ദിവസം കൊണ്ട് പറ്റിയത്? നീ എന്താ എന്നോട് വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് പെരുമാറുന്നത്? സിധു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് നിന്നോടൊന്നും പറയാനില്ലെന്ന്. ദയവ് ചെയ്ത് നീ എന്നെ വിട്. എനിക്കിനി ഒരിക്കലും നിന്റെ പഴയ വൈദേഹിയാവാൻ കഴിയില്ല. എനിക്കിപ്പോൾ നിന്നോട് പഴയ സ്നേഹമില്ല. അതുകൊണ്ട് നീ എന്നെ വിളിക്കാനോ സംസാരിക്കാനോ വരരുത്. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. നിർത്തി. നീ കുറെ നേരം കണങ്കഥ പറഞ്ഞ് കളിക്കുന്നു. എന്താണ് നിനക്ക് പറ്റിയത്? കാര്യം പറയടി. അലറിക്കൊണ്ട് സിദ്ധാർത്ഥ് ഇരുന്നിടത്ത് ചാടി എഴുന്നേറ്റപ്പോൾ വൈദേഹി വല്ലാതെ ഭയന്നു പോയി. അവൾ ആദ്യമായിട്ടായിരുന്നു അവൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണുന്നത്. വൈദേഹി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഇന്ന് തന്നെ അച്ഛനോട് സംസാരിക്കും. നമ്മുടെ കല്യാണമൊക്കെ നേരത്തെ തീരുമാനിച്ചല്ലേ? 2 ആഴ്ച, അതിനുള്ളിൽ നല്ലൊരു മുഹൂർത്തം നോക്കി നമ്മുടെ കല്യാണം നടത്തി തരാൻ ഞാൻ അച്ഛനോട് ആവശ്യപ്പെടും. അപ്പൊ ഇനി ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നമ്മുടെ കല്യാണം, കേട്ടല്ലോ? വൈദേഹി കോപവും താപമൊക്കെ മാറ്റി വെച്ചിട്ട് അതിനായിട്ട് ഒരുങ്ങിക്കോ. ചെറിയ പരിഹാസത്തോടെ സിദ്ധാർത്ഥ് പറഞ്ഞു നിർത്തിയപ്പോൾ വൈദേഹിയുടെ മുഖത്ത് ദേഷ്യം ഉരുണ്ടുകൂടി. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് മനസ്സില്ല. എനിക്ക് നിന്നെ വേണ്ട. ഒരിക്കലും വൈദേഹിന്റെ ഭാര്യ അവന് പോകുന്നില്ല. ഇറങ്ങി പോടാവിടുന്ന്. ഉച്ചത്തിൽ പുറത്തേക്ക് അയച്ചു കൊണ്ടിക്കൊണ്ട് വൈദേഹി പറഞ്ഞു. താനത് പറയുമ്പോൾ അവൻ ഇറങ്ങിപ്പോകുമെന്നാണ് അവൾ പ്രതീക്ഷിച്ചെങ്കിലും അതിന് നേർവിപരീതമാണ് അപ്പോൾ സംഭവിച്ചത്. എന്താണ് നിനക്ക്? ഉറക്കെ ചോദിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് വൈദേഹിയുടെ നേരെ പാഞ്ഞു വന്നപ്പോൾ ഒന്നിനെയും ഭയക്കാത്ത വൈദേഹി സ്വയം അറിയാതെ പിന്നിലേക്ക് ചൂടുവെച്ചു. അവൾ നീങ്ങുന്നതിനനുസരിച്ച് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി. ചുമരിൽ തട്ടിന്നപ്പോൾ പുറകിലേക്ക് പോകാൻ സ്ഥലമില്ലാതെ വൈദേഹി നിന്ന് പരിങ്ങി. സിദ്ധാർത്ഥിനെ തട്ടിമാറ്റി മുന്നോട്ട് നീങ്ങാൻ വൈദേഹി നോക്കിയപ്പോൾ അവൻ അവളുടെ കൈ കൂട്ടിപ്പിടിച്ച് പുറകിലേക്ക് തന്നെ തള്ളി അവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി. അവന് 2 കൈകൾ കൊണ്ട് പുറത്തേക്ക് കടക്കാനാവാത്ത വിധത്തിൽ അവളെ ബ്ലോക്ക് ചെയ്തു. ഉള്ളിൽ നല്ല ഭയം തോന്നിയെങ്കിലും അത് പുറത്തേക്ക് കാണിക്കാതെ വൈദേഹി അവന്റെ കണ്ണുകളിലേക്ക് തന്നെ തറച്ചു നോക്കി. അവന്റെ ഉള്ളിലും ദേഷ്യം തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. വൈദേഹി അവന്റെ കൈകൾ പിടിച്ചു മാറ്റാനൊരു ശ്രമം കൂടെ നടത്തി. എന്നാൽ അവന്റെ ഒരു വിരൽ തുമ്പ് പോലും അനക്കാൻ അവളെ കൊണ്ട് സാധിച്ചില്ല. ബലം പിടിച്ച അവന്റെ കൈകളിൽ ഞരമ്പുകൾ പൊന്തിൽക്കുന്ന അവൾ ഭീതിയോടെ കണ്ടു. ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ, അമ്മായിയോ അമ്മാവനോ ആരെങ്കിലും. അച്ഛൻ ബലിരൂപിക്കുള്ള പ്രത്യേക പൂജ കഴിയാതെ അവിടുന്ന് ഇറങ്ങില്ല. എന്താടി, നിനക്ക് പോകണ്ടേ? എന്നെ മാറ്റി പോകാൻ പറ്റുമെങ്കിൽ നീ പോയിക്കോ. വൈദേഹി തളർച്ചയോടെ നിന്നുപോയി. ഇങ്ങനെ അവഗണന കാണിച്ചാലൊന്നും സിദ്ധാർത്ഥിനെ ഒഴിവാക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലായി. സിധു, നീ എന്നൊന്ന് വെറുതെ വിട്. എനിക്കിനി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് പറയുമ്പോൾ അവിടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ അവളുടെ മുഖത്തേക്ക് അരിവോടെ നോക്കി. വൈദേഹി, നീ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. നീ ഇങ്ങനെ പറയാൻ മാത്രം എന്തുണ്ടായി? ഞാൻ ഇവിടുന്ന് പോകുന്നവരെ നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് ആദ്യത്തെ 2 ദിവസങ്ങളിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് തന്നെ നിനക്ക് വേണ്ടെന്ന് തോന്നാൻ മാത്രം പിന്നെ എന്താണ് സംഭവിച്ചത്? എനിക്കത് അറിയണം, അറിഞ്ഞേ പറ്റൂ. സിദ്ധാർത്ഥ തന്നെ മുഷ്ടികൊണ്ട് ചുമലിൽ ശക്തിയായി ഒന്ന് ഇടിച്ചു. ഞാൻ പറയാം, നീ സമാധാനമായിട്ടൊന്നിരിക്കേ. അവനോട് പറയാൻ അത്രയും നേരം പറയാൻ കാരണമൊന്നും കിട്ടിയില്ലെങ്കിലും വൈദേഹി ഇരിക്കാനായി പറഞ്ഞു. ആദ്യം പറഞ്ഞത് സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് സിദ്ധാർത്ഥ അക്ഷമയോടെ വൈദേഹി എന്നാണ് പറയുന്നറിയാൻ കാത്തുനിന്നു. എടീ, കാര്യം പറയാൻ. പിടിച്ചിരുത്തി കുറെ നേരം കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടാതെയായപ്പോൾ സിദ്ധാർത്ഥ അവൾ നോക്കി ചീറി. കാര്യം ഞാൻ പറഞ്ഞാൽ മതിയോ സിദ്ധാർത്ഥ്? വൈദേഹിയും സിദ്ധാർത്ഥിനും ഭൈരവന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. കറുപ്പും ചുവപ്പും ഇടകല നിറത്തിലുള്ള പട്ടുതുണി ധരിച്ച് മേലാകെ ചുവപ്പും കറുപ്പും നിറങ്ങൾ വാരിപ്പൂശി പൂജാമുറികളിൽ നിന്നിറങ്ങിയായിരുന്നു ഭൈരവൻ. ആര് കണ്ടാലും ഒന്ന് ഭയന്നു പോകുന്ന വികൃത രൂപം പോലെ ആ രൂപത്തിലും നിറങ്ങൾ പൂശിയതിലും ഭൈരവനെ തോന്നിച്ചു. സിദ്ധാർത്ഥിന് പണ്ടേ ആളോട് വലിയ താല്പര്യം പോരാ. പിന്നെ വൈദേഹിയുടെ അച്ഛനാണല്ലോ എന്നോർത്ത് സഹിക്കുന്നതെന്ന് മാത്രം. ഇപ്പോൾ വൈദേഹി തന്നെ വേണ്ട എന്ന് പറയുന്നതിന്റെ പിന്നിലും അയാളുടെ കരങ്ങൾ പകുതി മുക്കാലെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടാവുമെന്ന് അവൻ അറിയാമായിരുന്നു. സിദ്ധാർത്ഥ്, ഇരിക്കൂ. വൈദേഹി, സിദ്ധാർത്ഥിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക. ഭൈരവൻ വൈദേഹിയുടെ ആയിട്ട് പറഞ്ഞെങ്കിലും അവൾ അവിടുന്ന് അനങ്ങിയില്ല. എനിക്കൊന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയത്. ഭൈരവന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് സിദ്ധാർത്ഥ് പറഞ്ഞു. അതിൽ തന്നെയുള്ള അനിഷ്ടം ഭൈരവൻ മനസ്സിലാക്കി. സിദ്ധാർത്ഥ്, നിന്നോട് പറയാതിരിക്കുന്നതിൽ എനിക്ക് കാര്യമില്ല. നിങ്ങളുടെ കല്യാണം ഓണത്തിന് മുമ്പ് വേണമെന്ന് തറവാട്ടമ്മ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം ഞാൻ നിങ്ങളുടെ 2 പേരുടെയും ജാതകം ഒത്തുനോക്കി. അതിൻ്റെ ഫലം കണ്ട് ഞാൻ ഭയന്നുപോയി. നിങ്ങൾ 2 പേരുടെയും ജാതകം ഒരിക്കലും ചേരാൻ പാടില്ല. എൻ്റെ മകളോട് നിന്നെ ചേർത്ത് വെച്ചാൽ അതിൻ്റെ ഫലം നിന്റെ മരണമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇനിയും തുടരണ്ട. നിനക്ക് പറ്റിയൊരു പെൺകുട്ടിയെ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചു തരും. വലിയ അതിശയോക്തി കലർത്തിയാണ് ഭൈരവൻ അങ്ങനെ പറഞ്ഞെങ്കിലും സിദ്ധാർത്ഥിനെ കേട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇവനെന്താണ് ഇത്രയും പറഞ്ഞിട്ട് കല്ലുപോലെ ഇരിക്കുന്നെന്നോർത്ത് ഭൈരവൻ അവനെ സൂക്ഷിച്ച് നോക്കി. കഴിഞ്ഞോ? ഇതായിരുന്നോടി കാരണം? ഞാൻ മരിക്കുന്ന ഓർത്തിട്ടാണോ നീ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയത്? അച്ഛൻ അപ്പോൾ ഉണ്ടാക്കിയ കള്ളക്കഥ കേട്ട് മിഴിച്ചു നിൽക്കായിരുന്ന വൈദേഹി സിദ്ധാർത്ഥിന്റെ ചോദ്യം കേട്ടപ്പോൾ അതേന്ന് തലയാട്ടി. നല്ല ബെസ്റ്റ് കാരണം. നിനക്കൊക്കെ നാളുണ്ടോ വൈദേഹി? ഇന്നത്തെ കാലത്ത് എന്ത് ജാതകം, എവിടുത്തെ ജാതകം? ഇതൊക്കെ ഓരോരുത്തർമാർ വയറ്റ് കുഴപ്പിന് വേണ്ടി നുണ പറഞ്ഞുണ്ടാക്കുന്ന ഒരു ജാതകഥ. ഭൈരവൻ അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. സിദ്ധാർത്ഥ്, നിങ്ങളുടെ ജാതകം നോക്കിയത് ഞാനാ. ഞാനെന്തിനാ അങ്ങനെയുള്ള കള്ളം പറയണം? പറയാനുള്ളത് ഞാൻ പറഞ്ഞു.
ഇനിയൊക്കെ വൈദേഹിയുടെ തീരുമാനം പോലെ. അയാൾ വൈദേഹിയെ നോക്കി കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് ഉള്ളിലേക്ക് കയറിപ്പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.